വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ, രാവിലെ തൊട്ടേ മഴയാണ്, ഫുള്ള് മഴയാണ്. മഴ നിൽക്കുന്നില്ല, മഴ ചെറുതായിട്ട് സ്ലോ ആവുന്നു, പിന്നെയും മഴ കൂടുന്നു. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, മഴ പെയ്യുന്നു, നിൽക്കുന്നു, പോയിരുന്നു, പിന്നെയും പെയ്യുന്നു, പിന്നെ അതേപോലെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോളിച്ചാലാണ്. കോളിച്ചാൽ ബന്ദർക്ക റൂട്ടിലാണ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഈ സംഭവം കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മൾ ആഷ്മിയുടെ ചാനൽ ഇതിനോടകം ഇതിനെപ്പറ്റി പറഞ്ഞാണ്, നിങ്ങൾ പലരും അത് കണ്ടതാണ്. റോഡായതുകൊണ്ട് തന്നെ വണ്ടി വരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗൈസ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവിച്ച് വന്ന സാഹചര്യം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഞങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു, ഞങ്ങൾ അതിനുശേഷം ഇപ്പോൾ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് നാളത്തെ സ്വപ്നം എന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഇക്കാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം, പ്രയത്നവും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇക്ക ചെറുപ്പം തൊട്ട് തന്നെ ബസ്സിൽ ക്ലീനറായിട്ടും കണ്ടക്ടറായിട്ടും ഡ്രൈവറൊക്കെ ആയിട്ട് പോയി അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഒരുപാട് ജോലികൾ ചെയ്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇക്ക ചെയ്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ ക്ലീനറായിട്ട് പോകുക, അതിനുശേഷം കണ്ടക്ടറായി, അതിനുശേഷം ഡ്രൈവറായി, അങ്ങനെ ബസ്സിൽ ഒരുപാട് നാളിക്ക ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇക്ക ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഇക്കാൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം, അത് നമ്മൾ മറ്റേ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ, ടൂറിസ്റ്റ് ബസ്സിലും പോയിട്ടുണ്ട് മറ്റേ ക്ലീനറായിട്ടും കാര്യങ്ങളൊക്കെ. ഒരുപാട് നാൾ നമ്മൾ ഡ്രീം, പിന്നെ ഫിറോസ് എന്നൊക്കെ പറഞ്ഞ, ലവിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തുള്ള ഒരുപാട് വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ വണ്ടിയിലൊക്കെ ഇക്ക ക്ലീനറായിട്ടും ഡ്രൈവറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൾഫിൽ പോയ ശേഷം ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് കുറേ പൈസയൊക്കെ സെറ്റ് ചെയ്തു ഇക്ക സ്വന്തമായിട്ട് എന്താ പറയണ്ടേ, ഇപ്പോൾ നമുക്കൊരു ബസ് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടേതെന്ന് പറയാൻ വേണ്ടി നമ്മളൊരു കുഞ്ഞു ബസ് വാങ്ങിയിരിക്കുകയാണ്. അത് നമ്മുടെ ബന്ദർക്ക കാഞ്ഞങ്ങാട് റൂട്ടിൽ ഓടുന്ന അക്സം എന്ന് നമ്മൾ പേരിട്ട ഒരു ബസ്സാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ വണ്ടീനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഷ്നാൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ലോണാണ്, റെഡിക്കേഷൻ ഒന്നും അല്ല, ലോണാണ്. അപ്പം എന്താ പറയണ്ടേ, വിദ്യാധരൻ എന്ന് പറഞ്ഞ ഇക്കാൻ്റെ സുഹൃത്തനായ ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഈ വാഹനം വാങ്ങി. ഏകദേശം ഒരു വർഷത്തിനടുത്തൊക്കെ ആവാനായി തോന്നുന്നു വാഹനം വാങ്ങിച്ചത്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തത് കൊണ്ടും വീഡിയോസ് ഇടാൻ പറ്റായിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ ബസ് കാണിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഈ ബസ്സിൻ്റെ പേര് മൂകാംബിക എന്നായിരുന്നു. പിന്നീട് നമ്മൾ വാഹനം വാങ്ങി ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ അടിച്ചു, കുറച്ച് പേരും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി. ഇപ്പോൾ ബസ്സിൻ്റെ പേര് അക്സ് എന്നാണ് കേട്ടോ. നമ്മുടെ അഫീൻ്റെ പേരിലാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത്. ദനീൻ ഹയാത്ത് എന്ന് പറഞ്ഞിട്ട് വണ്ടിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. മഴയാണ് കുറച്ച് പാലത്തിലൊക്കെ മുട്ടാൻ ഞങ്ങൾ അജീഷ് ബ്രോയും കൂടിയാണ് പോകുന്നത്. അജീഷ് ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിൽ ഡ്രൈവറാണ് കേട്ടോ. പിന്നെ നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ബന്ദർക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ബന്ദർക്കയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ പറയണ്ടേ, വണ്ടിയൊക്കെ കഴുകാൻ നിശാന്തേട്ടൻ മുട്ടേ വന്നിട്ടുണ്ടായിരുന്നു. നിശാന്തേട്ടൻ വന്നും വണ്ടി കഴുകും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി കണ്ടാലോ, ഇതേപോലെ കണ്ടാൽ അതാണ് നമ്മൾ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം വണ്ടി അക്സം. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വലിയ അക്ഷരത്തിൽ അക്സം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് റംലത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. മീനാക്ഷി അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കാൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ നിശാന്തേട്ടൻ്റെ അമ്മേൻ്റെ പേരാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി ഓടുന്നത് മാലക്കല്ല് ടു കാഞ്ഞങ്ങാടാണ്. ബന്ദർക്ക മാലക്കല്ല് കാഞ്ഞങ്ങാടാണ്. അങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്യാബിൻ കേട്ടോ. അപ്പോൾ നമ്മളത് പുല്ലൊക്കെ വെച്ച് നല്ല കിടിലനാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൂവും കാര്യങ്ങളും പൂമാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ റോഡ് പണിയൊക്കെ എടുക്കുന്നുണ്ട്, പൊടിയായതുകൊണ്ട് പണ്ട് മാറ്റിയതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം. ഒരു സൈഡിൽ 2 സീറ്റും ഒരു സൈഡിൽ 3 സീറ്റുമാണ് വരുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എല്ലാമായ നിശാന്തേട്ടനും പിന്നെ നമ്മുടെ അജീഷും. നമ്മുടെ വണ്ടിയിൽ ടോട്ടൽ 3 ക്യാമറ വെച്ചിട്ടുണ്ട്. 2 ക്യാമറ ഉള്ളിലും 1 ക്യാമറ പുറത്തും.
നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നിശാന്തേട്ടൻ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. വണ്ടിയൊക്കെ കഴുകി സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നടക്കുവാണ്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഞായറാഴ്ച ലീവ് കിട്ടുന്ന സമയത്തൊക്കെയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ സൈഡിൽ തന്നെ വലിയ അക്ഷരത്തിൽ ധനീൻ ഹയാത്ത് നമ്മുടെ നിധീൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പേരും ഓൾമോസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കഷ്ടപ്പെട്ട് ലോൺ റെഡിയാക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഇപ്പോൾ ഒരു വീടിന് ലോണിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, വീടിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പർപ്പസിനൊക്കെ ആയിട്ട് ലോണിന് പോകുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒരു ബസ്സിൻ്റെ വാഹനങ്ങൾക്ക് ലോണിന് പോകുമ്പോഴും അതിനേക്കാളും കഷ്ടപ്പാടാണ്. നമ്മൾ ലോണിനെ അപേക്ഷിച്ച് ലോണൊക്കെ ഏകദേശം സെറ്റായി പിന്നെ RTPC പോകുമ്പോൾ അവിടെ നിന്നൊരു പേപ്പർ ഉണ്ടാവില്ല. പിന്നെ ആ പേപ്പർ സെറ്റാക്കാൻ വേണ്ടി പിന്നെയും പോകണം. RTPC ഇവിടുന്ന് കാസർഗോഡാണ് RTPC. അപ്പോൾ ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററോളം ഏകദേശം ട്രാവലുണ്ട് RTPCയിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് പോയി നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ടും വരെ ഞാൻ നിശാന്തേട്ടനുണ്ടാവാം. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലൊക്കെ പോവാം. രാവിലെ തൊട്ട് വൈകിട്ട് ഒരാളെ പോയി നിന്നിട്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ RTA വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ തിരിച്ചു വരും. പിറ്റേ ദിവസം പോകും. പിറ്റേ ദിവസം രാവിലെ തൊട്ട് വൈകിട്ടൊക്കെ നിന്നിട്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു സൈൻ കിട്ടുന്നത്. സൈനിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അതിനൊക്കെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസും വാല്യൂസും ഉള്ളതുകൊണ്ട് നമുക്ക് അത് പോകാതിരിക്കാനും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ലോണിൻ്റെ കേസ് കേട്ടോ. ലോണിൻ്റെ കേസ് നമ്മളെല്ലാ പേപ്പർ റെഡിയാക്കി ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവും ഈ പേപ്പറില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ പേപ്പർ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അക്ഷയയിൽ പോയിട്ട് വില്ലേജിലേക്ക് അപേക്ഷിക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് അപേക്ഷിക്കണം. ചിലപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ നേരിട്ട് പോകേണ്ടി വരും. പഞ്ചായത്തിൽ നേരിട്ട് പോയിട്ട് അപേക്ഷിച്ചാൽ പഞ്ചായത്തിൽ അവർ പറയും 2 ദിവസം 3 ദിവസം കഴിയും, ഇല്ല ഒരാഴ്ച കഴിയും കിട്ടുമ്പോൾ എന്ന് പറയും. അതിപ്പോൾ വില്ലേജിൽ ഇവിടെ തന്നെ വില്ലേജിലാണെങ്കിൽ അങ്ങനെ പേപ്പറൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേനുണ്ടല്ലോ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു മുഹൂർത്തം, നമ്മുടെ ഈ വാഹനം നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് ഇക്കാക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും നമുക്കൊന്ന് വഹിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നാളത്തെ സ്വപ്നം, ഒരുപാട് നാളത്തെ ആഗ്രഹമൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ്റെ. അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളി. അപ്പോൾ എന്നോട് ഞാൻ എപ്പോഴും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും, ബസ്സിൻ്റെ കാര്യങ്ങളും എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പം എന്താ പറയണ്ടേ, അത്രത്തോളം ഹാപ്പി ആയിരുന്നു പുള്ളി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ. അപ്പം നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ബസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വിക്കിച്ചൊക്കെ വരുന്ന സമയത്ത് ബസ് ഓടിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, അത് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് ഇടാൻ സമയമില്ലാത്തത് കൊണ്ട് ഇടാൻ പറ്റാതെ പോയതാണ്. ഇനി നമുക്ക് വിക്കിച്ച് വരുന്ന സമയത്ത് ബസ്സിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. നമുക്ക് മാക്സിമം എല്ലാ പരിപാടികളും എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് വൈബാക്കാം, പൊളിയാക്കാം, മഴയും കാര്യങ്ങളും. സംഭവം നമുക്ക് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ബസ്സിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഉൾപ്പെടും. നമുക്ക് എന്തായാലും പരിപാടി കളറൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ നമ്മൾ തന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.